പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. 50,000 സംവത്സരങ്ങളാണ്, 50,000 വർഷമാണ്, 50,000 കൊല്ലമാണ്. കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ച റബ്ബ് വിചാരണ ചെയ്യുന്നതായ മഹ്ശറയിലെ ഒരു ദിവസമെന്ന് പറയുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യദ്ഖുലു ഫഖറാഉൽ മുസ്ലിമീന അൽ ജന്നത. പാവപ്പെട്ടതാകുന്ന മണ്ണം കുഴിയിലുള്ളതാകുന്ന സഹോദര സഹോദരിമാരെ, വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്ന് അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. അഥവാ 25,000 കൊല്ലമെങ്കിലും എടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 30, 40, 50, 60, 70 ഈ കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചതിന്റെ പേരിൽ, ഈ ദുനിയാവിൽ നീ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയതിന്റെ പേരിൽ പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ, നിരാലംബര കവലംബമാകാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ, ഔലിയാക്കൾ ആദരിക്കാതെ, അമ്പിയാക്കൾ അനാദരിച്ചുകൊണ്ട് നടന്നവനല്ലയോ, മഹത്തുക്കൾ അനാദരിച്ചുകൊണ്ട് സമ്പത്ത് ഹറാമായ മേഖലകളിലേക്ക് ചെലവഴിച്ചവനല്ലയോ. വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ എന്ന് വേണ്ട, നിനക്ക് പറ്റുന്ന സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും മഹത്തുക്കളെ കുറിച്ച് മോശമാകുന്ന രീതിയിൽ സമ്പത്ത് ചെലവഴിച്ച് നടന്നവനല്ലയോ. പടച്ച റബ്ബിന്റെ മാർഗത്തിലല്ലാതെ ഹറാമായ തലത്തിലേക്ക് സമ്പത്ത് ചെലവഴിച്ചവനല്ലയോ. ആഖിറത്തിൽ അദാബാണ്, അദാബാണ്. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്ന് 25,000 കൊല്ലത്തിന് ശേഷമാണ് പണക്കാർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ പണമുണ്ടായാൽ തീർച്ചയായിട്ടും അദാബാണ്. പണം കൂടി വന്നാൽ വലിയ വിഷയമാണ്. ദുനിയാവിനോടുള്ള അമിതമായ മോഹവും താല്പര്യവും ഉണ്ടായാൽ അത് നമ്മുടെ ആഖിറത്തിൽ ഹിസാബ് കനക്കാൻ കാരണമായി തീരും. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച ദിവസം രണ്ടാമത്തെ റക്അത്തിൽ സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, അവരുടേതാകുന്ന ഹിസാബ് നമ്മുടെ മേലാണ് എന്നർത്ഥം വരുന്ന ആയത്ത് ഓതുമ്പോൾ നമ്മൾ എല്ലാവരും എന്തു പറയും? അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി, അല്ലാഹുവേ എൻ്റെ വിചാരണ നീ എളുപ്പമാക്കി തരണേ അല്ലാ, നീ എളുപ്പമാക്കി തരണേ അല്ലാ. കാരണം മഹ്ശറിൽ ഒരു വ്യക്തിക്ക് ഹിസാബ് കനത്താൽ, മന്നൂഖിശൽ ഹിസാബു ഉദിബ, ആരൊരുവനെ വിചാരണ കനത്തോ അവൻ അദാബിലാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രത്യേകിച്ച് സമ്പത്തിന്റെ വിഷയത്തിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വലിയാകാനുള്ള പരിശ്രമങ്ങൾ ഓവറാക്കണ്ട, കാര്യങ്ങൾ നടന്നു പോയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ ധനാഢ്യനാകുക, കോടിക്കണക്കിന് സ്വത്ത് എനിക്ക് വേണം, എനിക്ക് ഈ ദുനിയാവിൽ പാവപ്പെട്ടവൻ അടിച്ചമർത്തപ്പെട്ടു. ദലിത് സമൂഹവും പിന്നോക്ക വിഭാഗത്തിലുമുള്ള ഒരുപാട് പാവങ്ങൾ ഈ ഭൗതികമാകുന്ന ലോകത്ത് ആസ്വദിക്കാതെ, ഭൗതികമാകുന്ന ലോകത്ത് ആസ്വാദനങ്ങളുടെ തിരമാലകൾ തീർക്കാതെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നെരിപ്പോടുകൂടിയുള്ള ജീവിതം നയിച്ചു. നല്ല ഒരു വീടില്ല, നല്ലൊരു വാഹനമില്ല, നല്ലൊരു വസ്ത്രമില്ല. ഒരു പുതിയ പെരുന്നാൾ വരുമ്പോ ആ പെരുന്നാളിന്റെ സുദിനത്തിന് അണിയത്തക്ക വിധത്തിലുള്ള മാന്യമായ ഒരു വസ്ത്രവിധാനം പോലും ഇല്ലാതെ പ്രയാസം അനുഭവിച്ചതാകുന്ന പാവപ്പെട്ടവന് പിന്നെന്ത് നീതിയാണുള്ളത്? അതുകൊണ്ട് നീതിമാനാകുന്ന പടച്ച റബ്ബ് പണക്കാരുടെ മുഴുവൻ വിചാരണ കഴിഞ്ഞിട്ടേ മഹ്ശറയിൽ പാവപ്പെട്ടവന്റെ വിചാരണ കഴിഞ്ഞിട്ടേ പണക്കാരിലേക്ക് അല്ലാഹു തിരിയുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവന്റെ വിചാരണയുള്ളൂ. ദുനിയാവിൽ ചിലപ്പോൾ നീ മജിസ്ട്രേറ്റിനെയും കോടതി മുറികളെയും വക്കീലിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിലക്കെടുത്തിട്ടുണ്ടാവും. എന്റെ വിചാരണ വേഗം കഴിയണം കേട്ടോ, ആ ഹാജിയാറെ എന്നെ കഴിച്ചേക്കാം, ഹാജിയാറുടെ ആദ്യം വിളിക്കും, വേഗം തന്നെ വിളിച്ച് ഹാജിയാറെ വേഗം തന്നെ കോടതിയിൽ നിന്ന് ഇറക്കിപ്പോ. മഹ്ശറയിൽ അതൊന്നും നടക്കൂല. റബ്ബിന്റെ മുന്നിൽ ഈ പൈസയ്ക്കൊന്നും ഒരു വില പോകൂല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചോ, നിസ്സാരമായ കാര്യമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചതാകുന്ന ഒരുപാട് പണച്ചാക്കുകൾ ഈ ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ട് സ്വഹാബ. അവരാരും ഒരിക്കലും ആഖിറത്തും കരഗതമാക്കാൻ സാധിച്ചിട്ടില്ല. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഭൗതികമാകുന്ന ലോകത്ത് ആഡംബരാസ്വാദനങ്ങളിൽ മുഴുകി ജീവിച്ചതാകുന്ന ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സ്വഹാബ. അവരാരും ആഖിറം കരഗതമാക്കാൻ സാധിച്ചിട്ടില്ല. അറിയില്ലേ നിങ്ങൾക്ക് ഫിർഔനെ എന്ന്? നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആരാണ് ഫിർഔൻ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്ന ഫിർഔന അലാ ഫിൽ അർള് വജഅല അഹ്ലഹാ ശിയആ യസ്തളിഉ ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ചു തരുകയാണ്. ഭൗതിക ലോക ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിച്ചതാകുന്ന വ്യക്തിയായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോ പടച്ചറബിനെ മറക്കുകയാണ്. അഹങ്കാരിയായി, ധിക്കാരിയായി, തെമ്മാടിയായി ഭൗതിക ലോകത്ത് വലിയ ഉത്തുംഗമാകുന്ന സോപാനത്തിൽ വിരാജിച്ചുകൊണ്ട് റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ കഴിയുകയാണ്. അല്ലാഹ് പറയുകയാണ്, ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. ഈ ദുനിയാവിൽ ഏറ്റവും അഹന്ത വെച്ചുകൊണ്ട്, അഹങ്കാരം വെച്ചുകൊണ്ട് ജീവിച്ചതായ വ്യക്തി ആരെന്നറിയുമോ? അത് ഫിർഔനാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന റസാസിം എന്ന പേരുള്ളതാകുന്ന റംസീസ് രണ്ടാമനാണ്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. അവരെ മുഴുവനും അടക്കി ഭരിക്കുന്ന വ്യക്തി. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന ഈ ഫിർഔൻ, അവന്റെ പേര് റസാസിം എന്നാണ്. ഇന്നും ഈജിപ്തിലേതാകുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിലും ഈജിപ്തിലേതാകുന്ന മിക്ക കടകളിലൂടെയും പേരുകൾ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് പോലും വർഷങ്ങൾക്കിപ്പുറം 3000-4000 സംവത്സരങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഫിർഔനിൻ്റെതാകുന്ന പേരുകളാണ് ഇപ്പോഴും അവിടെയുള്ളത്. റസാസിം ടെക്സ്റ്റൈൽസ് മിക്ക കടകളിലും പോയി നോക്കി. അള്ളാഹു നമുക്ക് ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് പോകാൻ, ഒരുപാട് മഹാന്മാരുടെ, മഹത്തുക്കളുടെ, അമ്പിയാക്കളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ആ പുണ്യഭൂമിയിലൊന്ന് പോകാൻ നമ്മുടെ മദ്ഹബിന്റെ ഇമാമിനെ ശാഫി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്ന മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മഹദിയറുൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല, ബഹുമാനപ്പെട്ടവരുടെ ശിരസ് അടക്കം ചെയ്യപ്പെട്ടതായ പുണ്യമാക്കപ്പെട്ട നഗരമാണ് പവിത്രമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവിടെ ഒന്ന് പോകാൻ തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഒരുപാട് മഹാന്മാർ, സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉസ്താദാകുന്ന വക്കീ റളിയല്ലാഹു അടക്കമുള്ള ഒരുപാട് മഹാന്മാർ, ഔലിയാക്കളുടെ അന്ത്യവിശ്രമം ചെയ്യുന്ന പുണ്യമാക്കപ്പെട്ട നഗരമാണ് ഈജിപ്തിന്റെ നഗരം. അവിടെ ഇപ്പോഴും കടകളിലുള്ള മിക്ക കടകളുടെയും പേര് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് അവസാനം ചെങ്കടൽ കൊണ്ടുവന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നതാകുന്ന ഫിർഔൻ എന്ന് പറയുന്നതാകുന്ന അവന്റെ പേരാണ് റസാസിം. അവന്റെ പേര് ഇപ്പോഴും ഇട്ടുകൊണ്ടിടക്കുക. ആലോചിച്ച് നോക്ക്. കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടവൻ. ഒരു സാദാസീത വ്യക്തിയല്ല. സമ്പത്ത് അഹങ്കരിച്ചപ്പോ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചവനാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. ഭൂമിയിൽ വലിയ അഹങ്കാരിയായി, ധിക്കാരിയായി ജീവിച്ചവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. യഥാർത്ഥത്തിൽ ഇവന് ഈ സമ്പത്ത് എവിടുന്നാ കിട്ടിയത്? അതറിയണം. ഇവന്റെ അസിൽ എവിടുന്നാണ്? ഇവൻ യഥാർത്ഥത്തിൽ ഈജിപ്തുകാരനല്ല, മറ്റൊരു രാജ്യക്കാരനാണ്, ഇറാഖുകാരനാണ്. ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തവനാണ് ഫിർഔൻ, അഥവാ മൂസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ച റസാസിം, റംസീസ് രണ്ടാമൻ എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാകുന്നവൻ. മനസ്സിലാക്കണം. ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്ന് അക്കാലഘട്ടത്തിലെ രാജാവായിരുന്ന ഫറോവയുടെ മുന്നിൽ വന്ന് കൈനീട്ടി ഓച്ചാനിച്ച് എന്തെങ്കിലും തായോ എന്ന നിലയ്ക്ക് കൈനീട്ടി യാചിച്ചവനാണ്. ഒരു ജോലിക്ക് വേണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവനാണ്. അവസാനം കനിവ് തോന്നിയതാകുന്ന അക്കാലഘട്ടത്തിലെ ഫിർഔനാകുന്ന അവിടുത്തെ രാജാവ് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ ശവക്കോട്ടയുടെ കാവൽക്കാരനായിട്ട് തരാം. അങ്ങനെ ശവക്കോട്ടയ്ക്ക് കാവൽ കൊടുക്കുക.
ശവക്കോട്ട അറിയാലോ. അന്നുള്ള ശവക്കോട്ട എന്ന് പറഞ്ഞാൽ ഇന്നും ചില മതത്തിൽ ചില ആളുകളുണ്ട് എല്ലാ ആഭരണങ്ങളും ആർഭാടത്തോടു കൂടിയുള്ള നിലയ്ക്കുള്ള കബറടക്കം നടത്തും. അന്നും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്ന് കബറടക്കാൻ, അവന് വലിയ വസ്ത്രവും വലിയ ആഭരണങ്ങളും ഒക്കെ അണിയിച്ചു കൊണ്ടുവന്ന് കബറടക്കാൻ, അങ്ങനെ ശവക്കോട്ടയ്ക്ക് കൊണ്ടുവന്ന് കാവൽ ഏർപ്പെടുത്തി. ശവക്കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ വന്നവനാണവൻ. അവിടെ നിന്ന് റസാസിം എന്ന് പറയുന്ന അവൻ പിന്നീട് ആളുകളെ കൊണ്ടുവന്ന് കബറടക്കുമ്പോൾ ഓരോ ദിർഹം വീതം കൈക്കൂലിയായി കൈപ്പറ്റാൻ തുടങ്ങി. പണി തുടങ്ങാൻ, ചില്ലറ ഒപ്പിക്കാൻ തുടങ്ങാൻ. ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം. രാജാവ് അറിയാതെ തന്നെ പതുക്കെ പതുക്കെ തുടങ്ങാണ് പരിപാടി. കുറച്ചു കാലം കൊണ്ട് കഴിഞ്ഞു രാജാവ് രോഗശൈലിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നാട്ടിൽ വലിയ ഒരു മാരകമാകുന്ന വസൂരി പിടിപെട്ടു. വലിയൊരു രോഗം. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി മരിക്കാൻ. 10,000-ന് പുറത്തുള്ള ജനാസ ആ ശവക്കോട്ടയുടെ മുന്നിലേക്ക് വന്നു. അടക്കം ചെയ്യപ്പെടണം. ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങൾ ഇന്ന സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവർക്കൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാം. പക്ഷേ റസാസിം എന്ന് പറയുന്ന ആ സഹോദരൻ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഓരോ ജനാസയ്ക്കും 10 ദിർഹം വീതം എന്റെ കയ്യിൽ തരണം. ചിലർക്ക് 25 ആക്കി, ചിലരുടെ 30 ആക്കി. ഇരട്ടിക്ക് പൈസ വാങ്ങാണ്. കാരണം കുഴിച്ചിടൽ നിർബന്ധമാണല്ലോ. ഒരാൾ മരിച്ചാല് പിന്നെ ആരും പുറത്തു വെച്ചിരിക്കൂല. അതുപോലെയുള്ള സ്നേഹബന്ധം പോലെയല്ല. മരിച്ചാൽ പിന്നെ മണ്ണിൽ കൊണ്ട് അടക്കണം. ശവക്കോട്ടയിൽ കൊണ്ടുവന്ന് അടക്കാൻ വേണ്ടി ഒക്കെ ആളുകൾ കൊണ്ടുവന്ന് കൈക്കൂലി കൊടുത്തു. 10,000-കണക്കിന് ജനാസ അടക്കി തീരുമ്പോഴത്തേക്ക് നാട്ടിലെ ഇടത്തരം വലിയ സമ്പന്നതയിലേക്ക് അവൻ എത്തിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കിട്ടുന്ന പൈസ ആവശ്യമില്ലാതെ ചെലവഴിക്കൂല. എപ്പോഴും സൂക്ഷ്മതയുള്ളവനാണ് അവൻ. അതെടുത്തിട്ട് എന്ത് ചെയ്തു? നാട്ടിലുള്ളതാകുന്ന രാജാവിൻ്റെതാകുന്ന കിങ്കരന്മാരായി നിലകൊള്ളുന്ന പട്ടാളക്കാർക്ക് കൈക്കൂലിയായി കൊടുത്ത് പട്ടാളത്തിനുള്ളിൽ പതുക്കെ കയറിപ്പറ്റി. ജോലി അങ്ങോട്ടേക്ക് പതുക്കെ മാറാൻ തുടങ്ങി. പട്ടാളത്തിനുള്ളിൽ നിന്നു പട്ടാളത്തിന്റെ ചിട്ടകളും കാര്യങ്ങളും പഠിച്ചു. അതിന്റെ ഫോഴ്സുകളെ മുഴുവനും അവൻ വശീകരിച്ചു വെച്ചു. അവസാനം കൈക്കൂലി കൊടുത്തുകൊണ്ട് തന്നെ പട്ടാള മേധാവി സ്ഥാനം സൈന്യാധിപനായി അവൻ കയറി. അങ്ങനെ കയറി നിലകൊള്ളുന്ന സമയത്താണ് അക്കാലഘട്ടത്തിലേതാകുന്ന രാജാവ് ഫിർഔൻ മരണമടയുന്നത്. മരണമടഞ്ഞ തക്കം നോക്കി സൈന്യത്തെ മുഴുവനും വരുത്തിക്കൊണ്ട് രാജ്യത്തിലുള്ള ജനങ്ങളെ മുഴുവനും അടിച്ചമർത്തിക്കൊണ്ട് അധികാരത്തിന്റെ പരമോന്നത പദവി അവൻ കൈയടക്കാൻ. ഒരു കാലഘട്ടത്തിൽ ഇറാഖിലെ ഒരു സാധാരണക്കാരനായി നിലകൊണ്ടവൻ നമ്മുടെ നാട്ടിൽ ബംഗാളികളൊക്കെ വന്ന് അതിഥി തൊഴിലാളികളായി നാട്ടിൽ വന്ന് വിലസുന്നത് പോലെ മറുനാട്ടിലേക്ക് ഈജിപ്തിന്റെ മണ്ണിലേക്ക് വന്ന് ജോലി അന്വേഷിച്ച് വന്ന് ശവക്കോട്ടയുടെ കാവൽക്കാരനായി നിലകൊണ്ട് അവസാനം ഈജിപ്തിന്റെ പരമോന്നതമാകുന്ന പദവി അലങ്കരിക്കുന്ന വ്യക്തിയായി ഫിർഔൻ എന്ന് പറയുന്നതാകുന്ന സമുന്നതമാകുന്ന പദവിയിലേക്ക്, രാജാധികാരത്തിലേക്ക് കയറിയവനായി അവൻ മാറി എന്നുള്ളതാണ് അവന്റെ ചരിത്രം. സമ്പത്ത് അവന്റെ കൈകളിലേക്ക് മുഴുവനും വന്നു ചേർന്നു. അറിയണം നമ്മൾ. അതാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ വേറൊരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായി ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ഫിർഔൻ. ഇന്നും ലോകത്ത് പല രാഷ്ട്രീയ പ്രമുഖർ പോലും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിലയ്ക്ക് ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതാകുന്ന തലത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ കാരണം ഫിർഔനിൻ്റെതാകുന്ന ഭരണപരിഷ്കാരമായിരുന്നു എന്നുള്ളതാണ് ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, ജനങ്ങളെ പല തട്ടിലാക്കി മാറ്റുക. ഇതാരാണ് ആദ്യം തുടങ്ങി വെച്ചത്? ഫിർഔനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ദുനിയാവിൽ അഹന്തയുടെ അഹങ്കാരത്തിന്റെ ജീവിതം നയിച്ചു എന്ന് മാത്രമല്ല, ജനങ്ങളെ പല തട്ടിലാക്കുകയാണ്, പല പാർട്ടികളാക്കി മാറ്റുകയാണ്. സവർണ മേധാവിത്വം മാത്രമായി അവൻ ജനങ്ങൾക്ക് മുന്നിൽ നിലകൊള്ളുകയാണ്. സവർണരാകുന്ന ആളുകൾക്ക് മാത്രമേ, അഥവാ നാട്ടിലുള്ള ഏറ്റവും ധനികരാകുന്ന ജനങ്ങൾക്ക് മാത്രമേ അവൻ മുഖദർശനം നൽകാറുള്ളൂ.
പാവപ്പെട്ടവനെ കാണുകയില്ല, അവന്റെ വിഷമങ്ങളും സങ്കടങ്ങളും തീർക്കാനില്ല. നാട്ടിലുള്ളതാകുന്ന ഈജിപ്തിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങളെ, ധനമില്ലാത്തതാകുന്ന ആളുകളെ, അവർണരാകുന്ന ആളുകളെ, ദലിതരാകുന്ന ആളുകളെ, പിന്നോക്ക വിഭാഗങ്ങളെ പരിപൂർണമായി അടിച്ചമർത്തിക്കൊണ്ട് ഭരണം നടത്തിയവനാണ് ഫിർഔനെന്ന് വിശുദ്ധമായ ഖുർആൻ. യസ്തളിഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും. നാട്ടിലേക്ക് പ്രസവിച്ച് വീഴുന്നതാകുന്ന ഏത് ഉമ്മ പ്രസവിച്ചിടുന്നുണ്ടോ അവിടേക്ക് ചെല്ലുകയാണ്. അത് ആൺകുട്ടിയാണെന്നറിഞ്ഞാൽ സെക്കൻഡ് ബൈ സെക്കൻഡിൽ കഴുത്ത് അറുത്തു കൊല്ലുകയാണ്. യുദബ്ബിഹു അബ്നാഅഹും. എനിക്ക് നാളെയുടെ ലോകത്തേക്ക് ഇവന് ഭീഷണിയായി വരുമോ എന്ന് ചിന്തിച്ച് ഫിർഔനതാ കഴുത്തറുത്തു കൊല്ലാൻ ഓർഡറിടുകയാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ളത്. ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ റൗഡിയാണ്, ഏറ്റവും മോശപ്പെട്ടതായ വ്യക്തിയാണ്. പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. തീർന്നില്ല. അഹങ്കാരിയായി ജീവിക്കുക മാത്രമല്ല, ധിക്കാരിയായി ജീവിക്കുക മാത്രമല്ല, ജനങ്ങളെ മുഴുവന് ഭിന്നിപ്പിച്ച് ഭരിക്കുക മാത്രമല്ല, അവൻ പാവപ്പെട്ടതാകുന്ന കുട്ടികളെ ആൺകുട്ടികളാണെന്നറിഞ്ഞാൽ അറുകുല നടത്തുക മാത്രമല്ല, പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അനുവദിക്കുകയും അവരുടെ മാനത്തിന് വില പറയുകയും ചെയ്യുകയാണ്. വലിയ വലിയ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നടക്കുന്നവനാണ്, ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്നവനാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ ലോകരോട് വിളിച്ചു പറഞ്ഞുവത്രേ, അന റബ്ബുകുമുൽ അലാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവ്, ഈ ലോകത്തിന്റെ പരിപാലകർ, ഈ ലോകത്തിന്റെ സർവേശ്വരൻ, ഈ ലോകത്തിന്റെ സർവാധിപതി, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുത്ത് നിലകൊള്ളുന്നവൻ ഞാനാണ്. അന റബ്ബുകുമുൽ അലാ, അന റബ്ബുകുമുൽ അലാ. ലോകത്ത് ഒരു ഏകാധിപതിയും ഒരു സ്വേച്ഛാധിപതിയും ഇന്ന് വരെ പറയാത്ത, ഒരധികാരത്തിന്റെ സവർണ മേധാവിത്വം കയ്യേന്തിയായ ഒരാൾ പോലും ഇന്ന് വരെ അവകാശപ്പെടാത്തതായ വാക്കാണ് ഫിർഔൻ പറഞ്ഞത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നും പാവപ്പെട്ട അവർണരെ, ഇന്നും പാവപ്പെട്ട ദലിത് വിഭാഗത്തെ, ഇന്നും പാവപ്പെട്ട മുസ്ലിമീങ്ങളിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഇന്നും രാജ്യത്തിലുടനീളമുണ്ട്. വ്യക്തമായി നമുക്ക് തിരിച്ചറിവുള്ളതാണ്. എന്നാൽ പഠിച്ചു വെക്കണേ, അവര് പോലും അവകാശപ്പെടാത്തതായ ഒരു വാക്കാണ് ഫിർഔൻ ലോകത്തോട് പറയുന്നത്. അന റബ്ബുകുമുൽ അലാ, അന റബ്ബുകുമുൽ അലാ. ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ്, ഏറ്റവും സംരക്ഷകൻ ഞാനാണ്, ലോകം മുഴുവനും അടക്കി ഭരിക്കാൻ ശേഷിയുള്ളവൻ ഞാനാണ്. അവൻ ലോകത്തോട് വാദിച്ചുകൊണ്ട് നിലകൊണ്ടു എന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. ഈജിപ്തിലൂടെ നദിയിലൂടെ ഒഴുകുന്ന, ഈജിപ്തിന്റെ ഓരത്തിലൂടെ ഒഴുകുന്നതായ ലോകത്തെ ഏറ്റവും നീളമുള്ളതാകുന്ന നദിയില്ലേ നൈൽ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന നൈൽ നദിയെ കുറിച്ച് അവൻ ലോകത്തോട് പറയുകയാണ്. അല്ലയോ ജനങ്ങളെ, ഈ കാണുന്നതായ നൈൽ നദിയില്ലേ, വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി. എന്റെ ആജ്ഞ മൂലമാണ് ഇത് നടക്കുന്നത്, എന്റെ ചുവട്ടിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഇത് മനോഹരമായി ഒഴുകുന്നത്. നോക്കൂ നിങ്ങൾ, അഹങ്കാരിയായി ധിക്കാരിയായി വർത്തിച്ചു എന്ന് മാത്രമല്ല, ഞാനാണ് റബ്ബ് എന്ന് വാദിക്കുക മാത്രമല്ല, നൈൽ നദിയെക്കുറിച്ച് അതിൻ്റെതാകുന്ന അധികാരം എൻ്റെ കൈകളിലാണ് എന്നും അവൻ സമർത്ഥിക്കാൻ. ഈജിപ്തിലെ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു നദിയാണ് നൈൽ നദി. ലോകത്തെ ഏറ്റവും നീളമുള്ള നദിയാണ്. മനസ്സിലാക്കണം. ആരെങ്കിലും പറയാറുണ്ടോ? നമ്മുടെയൊക്കെ രാജ്യത്ത് ആരെങ്കിലും അവകാശപ്പെടാറുണ്ടോ ഗംഗ, യമുന ഇതൊക്കെ എൻ്റെ അധീനതയിൽ ഒഴുകുന്നതാണ്? ആരെങ്കിലും പറയാറുണ്ടോ? ഭാരതപ്പുഴ എൻ്റെ അധീനതയിൽ ഒഴുകുന്നതാണ്, അല്ലെങ്കിൽ മഞ്ചേശ്വരത്തൂടെ ഒഴുകുന്നത്, നമ്മുടെ നാടുകളിൽ ഒഴുകുന്നതാകുന്ന തോടുകൾ ഇതൊക്കെ എൻ്റെ അധീനതയിലാണ്? ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയാറില്ല.
ലോകത്തെ ഏറ്റവും നീളം കൂടിയതാകുന്ന നദിയുടേതാകുന്ന ഒഴുക്കിനെ അവൻ അവകാശപ്പെട്ടു, ഇതെന്റെ ആജ്ഞപ്രകാരം ഓടുകയാണ്. എന്നാൽ നിങ്ങൾ അറിയണം, നൈൽ നദിയെക്കുറിച്ച് ഇന്നും ശാസ്ത്രം ഗവേഷണം നടത്തുന്നു, നിരീക്ഷണം നടത്തുന്നു. ലോകം മുഴുവനും വലിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നൈൽ നദിയുടെ ഉത്ഭവം എവിടുന്നാണെന്ന് ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നൈൽ നദി അതിന്റെ ഉത്ഭവം സ്വർഗത്തിൽ നിന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്ത് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല. ശാസ്ത്രം ഇത്രയേറെ പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലും പരിവേഷണങ്ങളും ഒക്കെ നടത്തി ബഹിരാകാശ രംഗത്ത് ചന്ദ്രയാൻ 3 അയച്ച് വലിയതാകുന്ന വിക്ഷേപണം നടത്തി കൊയ്തതാകുന്ന ഇന്ത്യ അടക്കമുള്ളതാകുന്ന മുഴുവൻ ആളുകളും, ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും ആ വിഷയത്തിൽ മുട്ടുമടക്കുന്നു. ഓരോ വെള്ളത്തിനും അതിന്റെ ഒരു ഉത്ഭവം വേണം. നൈൽ നദിയുടെ ഉത്ഭവം ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. 1400 വർഷം മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തെരഞ്ഞന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടതില്ല, അതിന്റെ ഉത്ഭവം സ്വർഗമാണ്, അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഒഴുകുന്ന നദിയാണ് നൈൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇത്രയേറെ പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ളതാകുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ നദിയെക്കുറിച്ച് തന്നെ ഫിർഔൻ പറയുന്നത്, ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തഅഖിലൂൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെന്റേതാകുന്ന ചുവടോടുകൂടി നടക്കാൻ ഞാൻ പറയുന്നത് കൊണ്ടാണ് ഈ വെള്ളം ഇവിടെ ഒഴുകുന്നത് എന്നവൻ അവകാശപ്പെട്ടു. ഇത്ര അഹങ്കാരിയായ മനുഷ്യൻ ലോകത്തൊരു മനുഷ്യനുണ്ടായിട്ടില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവനെ കൊണ്ട് അവിശ്വസിക്കുന്നതാകുന്ന ആളുകളെ അവനെ ശിക്ഷിക്കുകയാണ്. വഫിറഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, വഫിറഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഫിർഔനിനെ കൊണ്ട് അവിശ്വസിക്കുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളെ അവൻ കടന്നു പിടിക്കുകയാണ്. അവരെ കൊണ്ടുവന്ന് മരുപ്പച്ചയിലേക്ക് കടക്കുകയാണ്, മരുഭൂമിയിലേക്ക് കടത്തുകയാണ്, പരിപൂർണമായി വസ്ത്രമഴിച്ചെടുക്കുകയാണ്, ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലേക്ക് കടത്തുകയാണ്. അവരെ വേദനിപ്പിക്കുകയാണ്. ശരീരമാസകലം പൊള്ളലേറ്റതാകുന്ന അവരെ വീണ്ടും അതാ പച്ച മരപ്പലകയുടെ മുകളിലേക്ക് കടത്തുകയാണ്. തല മുതൽ കാലിന്റെ നഖം വരെ ആണി കൊണ്ട് അടിക്കുകയാണ്. വഫിർഔന ദിൽ ഔതാദ്. അല്ലാഹു പറയാൻ, ആണിയുടയവനായ ഫിർഔൻ എന്ന് പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ആണിയെടുക്കും. ആരെങ്കിലും എതിര് പറഞ്ഞാല് വേഗം അങ്ങോട്ട് കൊന്നുകളയാൻ പറയൊന്നുമില്ല. കൊന്നുകളഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, റോഹ് പോവാണല്ലോ, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാണ്. ഒരാളെ കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ആദ്യം കടത്തും തുണിയില്ലാതെ. അപ്പൊ ചുട്ടുപഴുത്തിട്ട് മേലാകെ പൊള്ളി ഹറാബായിട്ടുണ്ടാവും. എന്നിട്ട് അവിടുന്ന് പിന്നെ കൂടെ എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് പലകയുടെ പുറത്തോട്ട് കടത്തിയിട്ട് എന്ത് ചെയ്യാൻ, കൈയുടെ വിരലുകൾ ഇങ്ങനെ ഓരോ വിരലിന്റെ ഭാഗത്ത് ഇങ്ങനെ ആണി അടിച്ചടിച്ചടിച്ചടിച്ചടി ഇങ്ങനെ കൊണ്ടുപോകും. ഇവിടുന്ന് ഇങ്ങനെ അടിക്കും, തലക്കടിക്കും, ഇവിടുന്ന് ഇങ്ങനെ അടിക്കും, നെഞ്ചത്തെല്ലാം അടിക്കും. വലിയ ആണികളാണ്. അല്ല നമ്മൾ കാണുന്ന മറ്റേ ചെറിയ സ്കൂട്ടർ, ചെറിയ സാധനമൊന്നും അല്ല, വലിയ ആണി. ഓരോ ഏത് പാർട്സിന് പറ്റിയതാണോ അതിന് പറ്റിയ സൈസ് വലിയ ആണി കൊണ്ടുവന്ന് അടിച്ചടിച്ച് കയറ്റാണ്. അതിനവന് കിങ്കരന്മാർ റെഡിയാണ്. കാരണം പട്ടാളത്തെ മുഴുവനും അടക്കി ഭരിക്കാൻ അവന്റെ മുകളിലേക്ക് ഇനി ഒരാളുമില്ല, എല്ലാവരെയും അടക്കി ഭരിച്ച് നിലകൊള്ളാൻ. ഖുർആൻ പറയുന്നു, ഫിർഔന ദിൽ ഔതാദ്, ആണിയുടയവനാകുന്ന ഫിർഔനായിരുന്നു അവൻ. പറയാൻ ഒരുപാടുണ്ട് അവന്റെ കുരുത്തക്കേടുകൾ. ചുരുക്കി പറഞ്ഞാൽ, സമ്പത്ത് അള്ളാഹു കൈവെള്ളയിലേക്ക് കൊടുത്തപ്പോ അള്ളാഹുവിനെ മറന്നു എന്ന് മാത്രമല്ല, ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചു. അവിടെയാണ് വിഷയം. ഞാൻ അഹങ്കരിച്ച് വലിയ ആളായിട്ട് നടക്കല്ല. സമ്പത്ത് കൂടുമ്പോൾ സ്വാഭാവികമായി അഹങ്കാരം വരും. അങ്ങനെയാണല്ലോ. പണ്ട് പള്ളിക്കകത്ത്, മണ്ണൻകുഴി പള്ളിക്കകത്തിരുന്ന് ദിക്ർ ചൊല്ലി ഉസ്താദിനോട് ദിക്റും വാങ്ങിയിട്ട് സലാത്തും ചൊല്ലി നടന്നതാകുന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ വലിയതാകുന്ന ധനികനായപ്പോ അള്ളാഹയെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഇല്ലേ? ഉണ്ട്. പിന്നെ പള്ളിയില്ല, പള്ളിക്കാരില്ല, മാസവരിയില്ല, മദ്രസയ്ക്ക് വരുമാനമില്ല, ഒരു കാര്യത്തിന് ഹാജിയാരില്ല. ഹാജിയാരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹാജിയാർ ഓടിക്കാൻ. അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ.
പണം കൂടുമ്പോൾ അഹങ്കാരിയായി മാറും. ഞാൻ വലിയ സംഭവമാണ്, എൻ്റെ കാൽച്ചുവട്ടിലാണ് എന്തൊക്കെ ഓടുന്നത് എന്നൊരു തോന്നൽ വരും. അത് തന്നെയാണ് ഫിരൗനും വന്നത്. കാൽച്ചുവട്ടി കൂടെ നൈൽ നദി ഓതുന്നതായിട്ട് തോന്നി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പണക്കാരനാകാൻ ശ്രമിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് പറ്റി? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, അന റബ്ബുക്കുമൽ അലാ, ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന ഫിരൗൻ, ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ, ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ. വരുന്നതാകുന്ന ജനവിഭാഗങ്ങൾക്കും കഴിഞ്ഞുപോയ ജനകോടികൾക്കും മാതൃക എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിലുള്ള എലികളെ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത് പോലെ, വീട്ടുകാരെ മുക്കിക്കൊല്ലുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നവനെ ചെങ്കടലിൽ മുക്കിക്കൊന്നില്ലയോ? ഫിർഔനെ അല്ലാഹു കൊന്നുകളയുകയാണ്. വെള്ളത്തിൽ എലിക്കുഞ്ഞിനെ കൊന്നുകളയുന്നത് പോലെ നിന്യമായി നിസാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, കാലാകാലം അവന്റെ ബോഡിയെ ഇന്നും അല്ലാഹു സൂക്ഷിക്കുകയാണ്. ഈജിപ്തിൽ നിങ്ങൾ പോയി നോക്കണേ, അവിടെ മ്യൂസിയത്തിൽ അവന്റെ ശരീരം വ്യക്തമായി കാണാൻ സാധിക്കുകയാണ്. ജനകോടികൾ വന്നുകൊണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് അകത്തളത്തിൽ കയറിയിട്ട് മ്യൂസിയത്തിൽ കിടക്കുന്ന ആ ഫിർഔനിന്റെ ശരീരം ഒന്ന് കാണുകയാണ്. ഈ വിനീതനം പലവട്ടം കണ്ടുപോയിട്ടുണ്ട്. നമുക്കൊന്ന് കാണണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവിശ്വസിച്ചതാകുന്ന ഫിർഔൻ ഒരു സാദാസീത വ്യക്തിയല്ല, അഹങ്കാരിയായി ധിക്കാരിയായി നടന്നു എന്ന് മാത്രമല്ല, പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചുകൊണ്ട് നടന്നു എന്ന് മാത്രമല്ല, ഞാനാണ് റബ്ബി എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, ഞാനാണ് രക്ഷിതാവ്, ഈ ലോകം മുഴുവനും നടക്കുന്നത് എന്നിലൂടെയാണ് എന്ന് അഹന്ത വെക്കാനുള്ള കാരണം പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചതിന്റെ കാരണമാണ്. ലോകം മുഴുവനും മാതൃകയാക്കാൻ വേണ്ടി ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ. വരാനിരിക്കുന്ന ജനകോടികൾക്കും കഴിഞ്ഞുപോയ ജനസഹസ്രങ്ങൾക്കും വലിയ പാഠമായിട്ട് അല്ലാഹു അവന്റെ ശരീരത്തെ സൂക്ഷിക്കുകയാണ്. ഇന്നും നിങ്ങൾക്ക് പോയി നോക്കിയാൽ അവൻ കിടക്കുന്ന കിടപ്പ് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ്. എന്തിനാണ് പ്രിയപ്പെട്ട മുസ്ലിമത്തെ അല്ലാഹു ഈ രീതിയിൽ ഒരു പരീക്ഷണം അവന് നൽകിയത്? സമ്പത്ത് കൊണ്ട് പടച്ച റബ്ബിനെ മറന്നതിന്റെ കാരണമാണ്, അഹങ്കാരിയായി ജീവിച്ചതിന്റെ കാരണം കൊണ്ടാണ്. സമ്പത്തുണ്ടാകുന്നതിൽ തെറ്റില്ല, പക്ഷെ അല്ലാഹയെ മറന്ന് ജീവിക്കും, അതാണ് അപകടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെയാണ് കാശ് വന്ന ആളുകളുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. ഖാറൂനിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഖാറൂൻ ലോകം കണ്ട ധനികരുടെ പട്ടികയിൽ ഒന്നാമത്തെ വ്യക്തിയല്ലേ ഖാറൂൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാണ് ഖാറൂൻ? ഖാറൂനിന് നൽകിയ സമ്പത്ത് പോലെ ലോകത്തൊരു മനുഷ്യനും അല്ലാഹു നൽകിയിട്ടില്ല. നീ മനസ്സിലാക്കിയതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായ MA യൂസുഫ് അലിയെ പോലെ എനിക്കൊന്നാകണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ രാപകലും പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന, പ്രവാസ ലോകത്ത് എല്ലുമുറുകെ പണിയെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ഒരിക്കലും നിനക്ക് അത്തരത്തിലുള്ള തരത്തിലേക്ക് എത്താൻ സാധിക്കില്ലെങ്കിലും നിന്റെ ജീവിതത്തിൽ വലിയതാകുന്ന താല്പര്യവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും നീ നടത്തുന്നുണ്ട് എങ്കിൽ അറിയണേ പ്രിയപ്പെട്ട മുസ്ലിമത്തെ, സ്വന്തം ഭർത്താവിനെ കൊണ്ട് എല്ലുമുറകെ പണിയെടുപ്പിക്കുന്ന മണ്ണുംകുടിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി, നീ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ആരാണ് ഖാറൂൻ? ലോകം കണ്ട ഏറ്റവും വലിയ ധനികനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാണ് ഖാറൂന്? 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു ഖാറൂൻ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിക്കെന്ന് വിശുദ്ധമായ ഖുർആൻ. മനസ്സിലാക്കണം, 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം. താക്കോല് എത്ര ഒട്ടകങ്ങൾ വഹിക്കും? 72 ഒട്ടകം. ഒരൊട്ടകം എന്ന് പറഞ്ഞാൽ 2 നാഷണൽ പെർമിറ്റ്, 2 വണ്ടി ലോറി നമ്മൾ പറയത്തില്ല, വലിയ ലോറികൾ രാത്രി പോകുന്ന കണ്ടിട്ടില്ല, വലിയ ലോറി. അങ്ങനത്തെ വലിയ ലോറിക്കുള്ളതാകുന്ന 2 ലോറിയുടെ വെയിറ്റ് വരെ ഒട്ടകം വലിച്ചുകൊണ്ട് പോകും. ഒട്ടകത്തിനൊന്നും വിഷയമൊന്നുമല്ല. അപ്പൊ 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല, സ്വർണവും വെള്ളിയുമല്ല,
രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാകുന്ന അതിൻ്റെതാകുന്ന താക്കോൽ കൂട്ടം തന്നെ 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രയാണ് പൈസ അവന്റെ, എത്രയാണ് കാശ്? ഇവിടെ ആകെ 10 ലക്ഷം രൂപയും ഉണ്ട്, ലോകം കണ്ട ജാടയും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. നടത്തും ഇരുപ്പും കൂട്ടും സൂട്ടൊക്കെ ഇട്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു മൈൻഡും ഇല്ല, അസ്സലാമു അലൈക്കും ഇല്ല, വലൈക്കും അസ്സലാമും ഇല്ല. ഭയങ്കര കാശുകാരനാണ് മുതലാളി എന്ന് പറഞ്ഞ് നടക്കുന്നത്. മുതലാളി കേട്ടോ, ഇതിനു മുമ്പ് ഒരു മുതലാളി ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഖുർആൻ പറയുന്നു ആ മുതലാളിയുടെ പേരാണ് ഖാറൂൻ. എന്തു പറ്റിയവൻ? അവസാന സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുകയാണ്, പടച്ചറബിനെ മറക്കുകയാണ്, ഇബാദത്തില്ല, നമസ്കാരമില്ല, തഖ്വയില്ല, കള്ളുകുടിയാണ്, ലഹരി നുണയാണ്. തന്റെ പ്രിയപ്പെട്ടതാകുന്ന നാട്ടിലുള്ള സുന്ദരികളാകുന്ന പെൺകുടികളുടെ മാനത്തിന് സ്വർണ്ണ നാണയം കൊടുത്തിട്ട് വില പറയാ തുടങ്ങിയത്രേ. ഖാറൂൻ എന്ന ലോകം കണ്ട് ഏറ്റവും വലിയ പണക്കാരനാകുന്ന തെമ്മാടിയായ മനുഷ്യൻ അവൻ ചെയ്ത നീചവൃത്തിയാണ്. നാട്ടിൽ മുഴുവനും അരാജകത്വം സൃഷ്ടിക്കുകയാണ്, നാട്ടിൽ മുഴുവനും വ്യഭിചാരത്തിന് തിരികൊളുത്തുകയാണ്. വ്യഭിചാരത്തിന് തിരികൊളുത്തി സമ്പത്ത് കൊടുത്തിട്ട് ചെറുപ്പക്കാരുടെ കൈ കൊടുത്തിട്ട് വരടാ സ്വർണ്ണ നാണയം. ഇഷ്ടമുള്ള പെണ്ണുമായിട്ട് പോയി രതിക്രേണയിൽ ഏർപ്പെട്ടോ, മതിച്ചോ, എവിടെ വേണമെങ്കിലും പോയിക്കോ, അവനെ ഇറക്കി വിടാൻ. എല്ലാവർക്കും പൈസ ഇങ്ങനെ വാരിക്കൊടുക്കുക, കാശിഷ്ടം പോലെ. അവനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മണിക്കൂറിൽ ചെരുപ്പ് മാറ്റും, മണിക്കൂറിൽ ഡ്രസ്സും ചേഞ്ച് ചെയ്യും, പിന്നെ ആ ഡ്രസ്സ് ഇടത്തില്ല. എല്ലാ മണിക്കൂർ, ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഡ്രസ്സ് മാറ്റുക, ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചെരുപ്പ്. കാരണം കാശിഷ്ടം പോലെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല, കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, അതുപോലെ കാശ് വന്നിരിക്കാൻ. ഇന്ന് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോവാൻ. ഇന്നിപ്പോ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ നമുക്ക് എത്ര കോട്ടും സൂട്ടും ഉണ്ട്, എത്ര നാകുന്ന പാൻസ് ഉണ്ട്, എത്ര ഷർട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ആചാർക്ക് വല്ല അറിയോ? ഒരറിവുമില്ല. മുമ്പ് അറിയായിരുന്നു. മുമ്പ് രാത്രിയിൽ ഇട്ടത്, പകലിട്ടത് രാത്രിയിൽ ഒക്കെ തിരുമ്പി ഉണക്കി ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് ഇസ്തിരി ഇട്ടിട്ട് രാവിലെ അത് തന്നെ ചിലപ്പോൾ ഇട്ടെന്നിരിക്കും. അങ്ങനെ കഴിഞ്ഞു പോയൊരു കാലഘട്ടമുണ്ട് 30-40 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ കണക്കില്ല, ഇഷ്ടംപോലെ വെച്ചിരിക്കാൻ. ഇടാത്ത ഡ്രസ്സാണ് ഉസ്താദേ കൂടുതൽ. ശരിയല്ലേ? ജീവിതത്തിൽ ഇടാത്ത ഡ്രസ്സാ കൂടുതൽ. അലമാരിക്കുള്ളിൽ ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിരിക്കുക. എന്നാ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്കുവോ? ഒരു പൈസ കൊടുക്കൂല. ഹല്ലി വല്ലി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുമ്പ് ചെരുപ്പ് ഒന്നിച്ച് ഒഴുപ്പ്, ഒന്നില്ലെങ്കിൽ ഒരു ഹവായി ചെരുപ്പ് ഉണ്ടാകും, ഒരു നല്ല കൊള്ളാവുന്ന ചെരുപ്പ് ഉണ്ടാവും. ഇപ്പൊ എത്ര ജോഡി ചെരുപ്പുണ്ട് ആചാർക്ക്? സുബ്ഹാനല്ലാഹ്. ഷൂസ് തന്നെ 5-6 ഉണ്ട്. ചെരുപ്പ് പല മോഡൽ ചെരുപ്പ്. ഉംറയ്ക്ക് പോകാൻ സെപ്പറേറ്റ്, അല്ലാത്തതിന് ഇഷ്ടം പോലെ ഇങ്ങനെ ഇരിക്കുക, ഇഷ്ടം പോലെ. അലമാരയിൽ ഡ്രസ്സ് വെക്കുന്നത് പോലെ ഇപ്പോൾ ചെരുപ്പ് വെക്കാൻ വരെ അലമാര ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? ഇപ്പൊ ഓൺലൈനായിട്ട് വരെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ. പാമ്പ് കയറാതിരിക്കാൻ ഇങ്ങനെ പൂട്ടി വെക്കാൻ പറ്റുന്നു, അങ്ങനെ പൂട്ടി വെക്കാൻ പറ്റുന്നു, ഭിത്തി വെക്കാൻ പറ്റുന്നു, അല്ലാത്തൊക്കെ. കാരണം ഇഷ്ടംപോലെ ഷൂ റാക്കുകളായി മാറി. കാരണം എന്താ? അത്രയേറെ ചെരുപ്പുണ്ട്. ഏറ്റവും വലിയ രസാവഹം, ഈ ഷൂറാക്കിൽ വെച്ചിരിക്കുന്ന ചെരുപ്പിലേക്ക് ഇന്ന് വരെ അതൊന്നും എടുക്കുകയോ അതിലേക്ക് തിരിച്ചു വെക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ അതിൽ നിറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറത്തൂടെ ഇങ്ങനെ കവിഞ്ഞൊഴുകി ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. അത്രയേറെ ചെരുപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പ് അങ്ങനെയല്ല. പണ്ടൊരു ഹവായി ചെരുപ്പ് കൊണ്ട് അത് വെളുപ്പിച്ച് അതിൻ്റെതാകുന്ന തള്ളവിരലിന്റെ ഭാഗത്തൊരു കുഴി വന്ന്, നടുവിരലിന്റെ ഭാഗത്ത് അതിനേക്കാൾ വലിയൊരു കുഴി, ഇടുന്നതാകുന്ന മടമ്പിന്റെ ഭാഗത്ത് അതിനേക്കാൾ വലിയ കുഴി. എന്നിട്ട് ആചാരി ഇതിങ്ങനെ തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കി കുളിക്കുന്ന സമയത്ത് അതിട്ടുകൊണ്ട് നടന്നൊരു കാലമുണ്ട്. ഇന്ന് വർഷങ്ങൾ ഇപ്പുറത്തോട്ട് എത്തിയപ്പോൾ ചെരുപ്പിന്റെ ആധിക്യം കൂടി. ഞാൻ പറയാണ്, നമ്മുടെ സമ്പത്ത് നമ്മൾ പോലും അറിയുന്നില്ല. എന്നിട്ട് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ആചാരെ ബക്കറ്റിൽ എന്തെങ്കിലും ഇടുന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഇടുന്നത്? 10ന്റെ നോട്ട്. അത് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്, 10ന്റെ നോട്ട്. പള്ളിയിലെ ബക്കറ്റിലും പള്ളിയിലേതാകുന്ന പിരിവും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിരിവുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പിരിവ് അന്നും ഇന്നും 10 ആണോ? അല്ലയോ? അതിന് മേളോട്ടൊരു നോട്ട് ആ വിഷയത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ അവസ്ഥയാണ് പറയുന്നത്. നമ്മളത് കാരണം എന്താ? മനസ്സ് പോലെയാണ്. നമ്മുടെ മനസ്സ് കുടുസാണ്. പൈസ ഇല്ല എന്നാണ് അപ്പോഴും ഒരു ചിന്താഗതി. പിന്നെ അങ്ങനെ പടച്ചറബ് തരും. നമ്മളിൽ എത്ര പേരാണ് 100 രൂപ ആഴ്ചയിൽ വെള്ളിയാഴ്ച ബക്കറ്റിൽ പള്ളിയിൽ ഇടുന്നത്? എത്ര പേരുണ്ട്? ഇത് ചിന്തിച്ചോ. ഏത് പള്ളിയിലായിക്കോട്ടെ, നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന എവിടെ ആയിക്കോട്ടെ, 4 വെള്ളിയാഴ്ച നമ്മൾ ഇട്ടാൽ 400 രൂപയാണ് നമുക്കാവുക. ആണോ അല്ലയോ? 4 വെള്ളിയാഴ്ച. ജുമുഅ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ പെരുന്നാളിന്റെ സുദിനല്ലേ? അന്ന് സന്തോഷത്തോടെ ബിസ്മില്ല, അള്ളാഹു എന്റെ ജീവിതത്തിൽ ഈ ആഴ്ച എല്ലാവിധ ഖൈർ ബറക്കാത്തുകളും ഉണ്ടാകണം, എനിക്കും എന്റെ മക്കൾക്കും റാഹത്ത് ഉണ്ടാകണം, ആഖിബത്ത് നന്നാവണം, എല്ലാ നിയ്യത്തും വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു 100 രൂപ അങ്ങോട്ട്. 4 വെള്ളിയാഴ്ച ആകുമ്പോൾ 400 നിന്റെ കയ്യിൽ നിന്ന് പോയുള്ളൂ. പക്ഷെ അതിന്റെ എത്ര ഇരട്ടി അള്ളാഹു തരും. നമ്മളിപ്പോ എത്ര ഇടുന്നത്? 10 രൂപ, 40 രൂപയാണ് അതുവരെ ഇട്ട്.
ഇതെന്നാ ഇടാൻ തുടങ്ങിയത്? ഹാജിയാർ കാശില്ലാത്ത കാലഘട്ടത്തിലും ഈ 40 രൂപ, കാശുള്ള കാലഘട്ടത്തിൽ ഈ 40. അതാണ് ഞാൻ ഈ പറയുന്നത്. കാശുള്ള കാലഘട്ടത്തിലൊന്ന് മാറ്റിപ്പിടി, അതില്ല, നമ്മൾ അതിന് റെഡിയല്ല. നമ്മളിപ്പോഴും ഫിരോന്റെ സ്വഭാവമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആൾക്കാർക്ക് കൊടുക്കാനും പള്ളിക്ക് കൊടുക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര വിഷയം. എന്നാ റോഡിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെയുള്ളതാകുന്ന എന്തെങ്കിലും ഒരു മിഠായി വാങ്ങാനും ചന്തയിൽ പോയിട്ടൊരു ഐസ്ക്രീം വാങ്ങാമെന്ന് 10 രൂപയ്ക്ക് കിട്ടുമോ? 30 രൂപ, 40 രൂപ, 50 രൂപ ആദ്യം കൊടുക്കാൻ റെഡിയാണ്. പിള്ളേർക്ക് ഐസ്ക്രീം കൊടുക്കുക. എത്ര പിള്ളേരുണ്ട്? 5 പിള്ളേർ. ആയിക്കോട്ടെ, എന്നാ ബിസ്മില്ല, 150 രൂപ, 30 രൂപയുടെ ഐസ്ക്രീം വേഗം കൊടുക്കാൻ. കാശ് ഇഷ്ടം പോലെ വലിച്ചെറിയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിതാണെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ സമ്പത്ത് കൂടിപ്പോയി, അള്ളാഹെ മറന്നുപോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ ധനികനാകുന്ന ഖാറൂൻ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചപ്പോ അള്ളാഹു അവനെ പിടിക്കുകയാണ്. ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. അവനെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും അവനുണ്ടാക്കി വെച്ചിട്ടുള്ള ആർഭാട തുന്തിലമാകുന്ന കെട്ടിട സമുച്ചയങ്ങളെയും അവന്റെ സമ്പാദ്യത്തെ മുഴുവനും അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു അത്രേ, ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. കാസർഗോഡുള്ള ഉപ്പളയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ അള്ളാഹു നൽകിയതാകുന്ന സമ്പാദ്യം കൊണ്ട് ആഖിറം നഷ്ടപ്പെടുത്തരുതേ, നഷ്ടപ്പെടുത്തരുതേ. പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നീ നിലകൊണ്ടാൽ, വ്യഭിചരിച്ചുകൊണ്ട് നിലകൊണ്ടാൽ, സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ടും നിലകൊണ്ടാൽ, സമ്പത്ത് ഗാനമേള ട്രൂപ്പുകൾക്കും ഹറാമായ തലത്തിലേക്കും നീ ചെലവഴിച്ചാൽ, ഏത് സിനിമകൾ റിലീസിന്റെ പടമിറങ്ങട്ടെ, കുടുംബക്കാരും ഒന്നിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് ഓടിപ്പോയിരുന്നുകൊണ്ട് കാണാൻ തുനിയുന്നതായ ആളുകളില്ലേ, ചെറുപ്പക്കാരില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന സമ്പത്ത് ഹറാമായ മേഖലകളിൽ ചെലവഴിച്ചവരെ ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. എപ്പ വേണമെങ്കിലും ഭൂമി വിഴുങ്ങാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ ധനികന്റെ സമ്പത്തും അവനും എവിടെയായിപ്പോ ഉള്ളത്? ഭൂമിയിലേക്ക് അള്ളാഹു അവനെ വിഴുങ്ങിക്കളഞ്ഞു. ഈ ആയത്ത് വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന 2024 ഈ ഡേറ്റിൽ പോലും ഖാറൂൻ ഭൂമിയിലേക്ക് അവനും അവന്റെ കെട്ടിട സമുച്ചയങ്ങളും ഇഞ്ചിഞ്ചായി താഴേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, 7ാം ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതിന്റെ അർത്ഥം എന്താ? അഹങ്കാരിയാകുന്ന മനുഷ്യന് എപ്പോഴും അള്ളാഹു പാഠം കൊടുക്കാണ്. ദുന്യാവ് കൊണ്ട് അഹങ്കരിച്ചവൻ, ദുന്യാവ് കൊണ്ട് അഹങ്കരിച്ചവൻ, അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെ മുഴുവൻ അള്ളാഹു ഇല്ലാതാക്കി. നമ്മൾ വലിയ അഹങ്കാരിയായിട്ട് നടന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കും. വലിയ വീട്, വലിയ കാറ്, ഇതൊന്നും അള്ളാഹ്ക്ക് ഇതൊന്നുമല്ല, റബ്ബ് തന്നതാണിത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വേണം നിങ്ങൾ എപ്പോഴും സദഖ കൊടുക്കാൻ. അത് ഓർക്കണം നിങ്ങൾ. നാമാണ് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത്. ഒരു കാലഘട്ടത്തിൽ 30 വർഷം മുമ്പ് വീടില്ല, വാഹനമില്ല, സ്വന്തമായി സ്ഥലമില്ല. ഈ മണ്ണംകുഴി എന്ന് പറയുന്ന ദേശത്ത് കുറഞ്ഞ വീടുകൾ മാത്രം. ഇവിടേക്ക് വന്ന് വാസം പടച്ച റബ്ബ് നിനക്ക് ഏൽപ്പിക്കുകയും ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കുകയും വീടായി, സ്ഥലമായി, ഭൂമിയായി, മക്കളായി, കുടുംബമായി, നല്ലൊരു വാഹനമായി, നല്ലൊരു ജീവിത പശ്ചാത്തലമായി, നല്ലൊരു ജോലിയായി അള്ളാഹു നിനക്ക് സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ച് മുന്നോട്ട് പോകാനാണ്. 5 വഖത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ച് ഇബാദത്തുകൾ കണിശത വെച്ച് ആഖിറം കരഗതമാക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബ് നിന്റെ കൈകളിൽ പണം നൽകിയത്, അഹങ്കരിക്കാനല്ല. അഹങ്കരിച്ച ഇതൊക്കെ പോകും. ഇന്നിപ്പോ കാസർഗോഡ് ജില്ലയിലെ ആളുകളൊക്കെ വീട് വെച്ച് മത്സരിക്കാൻ, അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഒരാൾ വീട് വെച്ചു, അതൊരു 5000 സ്ക്വയർ ഫീറ്റ് തന്നെയാണെങ്കിൽ അയൽവാസി അങ്ങനെ വെച്ചത് കാണുമ്പോൾ ഇവനെ ഇളക്കം തട്ടി, ഇവന്റെ പെണ്ണുങ്ങളും പിന്നെ കൂടിയാലോചന തുടങ്ങാണ്, മുഷാവറ അവിടെ നടത്തുകയാണ്. അത് കഴിയുമ്പോൾ അത് 6000 സ്ക്വയർ ഫീറ്റായി മാറി ഇവരുടെ വീട് ഉള്ളത് പൊളിച്ചു പണിയാൻ. എന്നാ വീട്ടിൽ എത്ര പേരുണ്ട്? അവനും അവന്റെ ഭാര്യയും 2 മക്കളും. അവർക്ക് വേണ്ടിയിട്ട് 7000 സ്ക്വയർ ഫീറ്റിന്റെ വില വെക്കാൻ, അല്ലെങ്കിൽ 5000-ന്റെ 2000-ന്റെ 3000-ന്റെ സ്ക്വയർ ഫീറ്റ് ഉള്ളതാകുന്ന വീട് വീണ്ടും മോടി പിടിപ്പിക്കാൻ തേക്കിൻ്റെതാകുന്ന വർക്ക് നടക്കുകയാണ്. അതിനുള്ളിൽ മാർബിൾ എല്ലാം ഉണ്ടായിരുന്ന മുഴുവൻ പൊട്ടിച്ചിട്ട് വീണ്ടും ഇടുക. എന്താണ് ഈ കാണിക്കുന്നത്? സമ്പത്തിന്റെ അഹങ്കാരം മനുഷ്യൻ ഇങ്ങനെ കാണിക്കുമോ? ധൂർത്തും ദുർവ്വയം നടത്തുവാണോ? നാളെ ആഖിറത്തിൽ ഇത് ഹിസാബില്ലേ? പടച്ച റബ്ബിന്റെ ദർബാറിൽ ഇത് ചോദ്യം ചെയ്യപ്പെടൂലേ? ഇതൊക്കെ നിസാരമായിട്ട് നിങ്ങൾ കാണുകയാണോ? ആഖിറത്തിൽ ഇതൊക്കെ വലിയ ശിക്ഷയാണ്.
പിശാചിന്റെ സഹോദരങ്ങളാണ് ഇത്തരത്തിൽ ധൂർത്ത് നടത്തുന്നവരെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളൂ. സദക്ക എല്ലാവരും ഇടും. നോക്കട്ടെ 10 രൂപ ഇടുന്നവരുണ്ടോ? അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഫ്രണ്ടിൽ ഇരിക്കുന്നവരാരും 10 ഇടത്തില്ലേ? അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. കുറെ ഇരിക്കുന്നവർ പതുക്കെ ബക്കറ്റ് ഇങ്ങനെ അകത്തോട്ടും കിട്ടും, കൈ അകത്തോട്ട് വയ്ക്കോളൂ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. നിങ്ങളിൽ ഉള്ളതിട്ടോളി. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഞാനാരെയും നിർബന്ധിക്കില്ല. നിങ്ങളിൽ ആരാണ് ധനികൻ, ആരാണ് ഫക്കീർ, ആരാണ് മിസ്കീൻ എന്ന് അല്ലാഹു ആലം. നമ്മുടെ കൈകളിൽ ഉള്ളത് കൊടുക്കിൻ. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഒരു 100 രൂപ ഇട്ടതുകൊണ്ട് നമുക്ക് ഒരു കുറവും വരൂല. ആഖിറത്തിൽ വലിയ അത് കൂലിയായി മാറും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഇട്. അല്ലാഹു സ്വീകരിക്കട്ടെ. സുർലരീഹൽ മുസ്തഫ വാസിദ് ഇഖാമ തംബിഹി زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله لا إله إلا الله محمد رسول الله. അല്ലാഹു ഞങ്ങളുടെ സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് ലക്ഷ്യത്തിലാണോ ഈ സദഖ നൽകുന്നത്, ആഖിറത്തിലേക്ക് ഉപകാരമുള്ളതാക്കണേ അല്ലാഹ്. ആ ലക്ഷ്യങ്ങൾ പരിപൂർണമായി പൂവണിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. പരലോക ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നൽകണേ അല്ലാഹ്. വിഷമങ്ങളെല്ലാം നീക്കണേ അല്ലാഹ്. റാഹത്തായ ജീവിതം സാധ്യമാക്കണേ അല്ലാഹ്. കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാഹ്. ഉള്ള കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ തുറസാക്കണേ അല്ലാഹ്. ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഈ മജ്‌ലിസിൽ തന്നെ പങ്കെടുക്കുന്നത് മുറാദുകൾ ഹാസിലാകാനാണ്. ഞങ്ങളുടെ സദുദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള സയ്യിദത്ത് മുത്തുബീവി റളിയല്ലാഹു അൻഹാ മഹദി അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവരുടെ മദദിലായി ഹിഫ്ളിലായി ഹിമായത്തിലായി ഞങ്ങളുടെ ജീവിതം വഴി നടത്തണേ അല്ലാഹ്. അവരുടെ തണലിലായി മരണവും സാധ്യമാക്കണേ അല്ലാഹ്. ഏതെല്ലാം ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ ആ മുറാദുകൾ മുഴുവൻ ഹാസിലാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ സദഖകൾ സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ സമ്പത്ത് കൂടുക അതിന്റെ ആവശ്യമില്ല. സമ്പത്ത് ഒനിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം വേണ്ടത് എന്ന് പറഞ്ഞാൽ വലിയ ധനാഢ്യനാകണ്ടെന്നർത്ഥം. കാര്യങ്ങൾ നടന്നു പോയാൽ മതി. അതാരാ കാര്യങ്ങൾ നടന്നു പോകുന്ന വ്യക്തി? മിസ്കീനാണ്. ഫഖീർ മിസ്കീന് 2 തസ്തികയുണ്ട്. അത് രണ്ടും 2 തന്നെയാണ്. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين. സമ്പത്ത് കൂടുന്നതായ ആളുകൾ അവർ പഠിച്ചു വെക്കണേ ആഖിറത്തിൽ ഹിസാബാണ്. അതുകൊണ്ട് നമുക്ക് മിസ്കീനായാൽ മതി. മിസ്കീനും ഫഖീറും രണ്ടും രണ്ടാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ തീർത്തും ദരിദ്രനായ വ്യക്തി. ശരിക്കും ശ്രദ്ധിക്കണേ. ഞാൻ ഒരുപാട് നീട്ടിപ്പോവില്ല. ഒരു അരമണിക്കൂർ ഇരിക്കൂല. എല്ലാവരും ഇരിക്കൂല ഇൻഷാ അല്ലാഹ്. ഇരിക്കുന്നുള്ളവരത് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ശരിക്കും ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ദരിദ്രൻ ഫഖീർ, ഒന്നുമില്ലാത്തവൻ, കയ്യിൽ നയാ പൈസ ഇല്ലാത്തവൻ, അടുത്ത നേരത്തെ ആഹാരത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവൻ, അവനാണ് ഫഖീർ, ദരിദ്രൻ. മിസ്കിൻ അങ്ങനെയല്ല. കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, ഒരുപാട് നീക്കിരിപ്പൊന്നും ഇല്ല എന്നർത്ഥം. അതല്ലേ കൂടുതലുള്ള ആളുകൾ അല്ലേ? അങ്ങനെയുള്ള ആളുകളൊന്ന് കൈയുയർത്തിക്കാം. മിസ്കിന്മാരുടെ കൂട്ടത്തിലുള്ളവർ മതി. ബാക്കിയെല്ലാം കൊനിയാൻ തോന്നുന്നു. പണക്കാരായ ആളുകളൊന്ന് കൈയുയർത്തിക്കാം. എത്ര പേരുണ്ടോ നോക്കട്ടെ. തിരികൊന്ന് പേടിച്ചിട്ടായിരിക്കും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. മിസ്കിന്മാര് ഇത്രേ ഉള്ളോ? കുറച്ചു പേരേ ഉള്ളോ? അപ്പൊ ബാക്കിയൊക്കെ അത് ഫക്കീറാണോ? ഫക്കീർ, മിസ്കിന്മാര് ഇടത്തരക്കാരാണ് ചോദിച്ചത്.
ഇപ്പൊ കൈയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഫഖീർ ആകണ്ട, നമ്മൾ ഏതായാലും മതി മിസ്കീനായാൽ മതി. വനിയുമാകണ്ട, ഏതായാലും മതി മിസ്കീനായാൽ മതി. ഇടത്തരക്കാരിൽ പോവാ, അതാണ് ഏറ്റവും ഖൈർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വനിയായാൽ ആഖിറത്തിലെ ഹിസാബ് വലിയ ബുദ്ധിമുട്ടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വർഷങ്ങളോളം കാത്തു നിൽക്കേണ്ടി വരും വിചാരണയ്ക്ക് വേണ്ടി തന്നെ മഹ്ശറയിൽ. നമ്മൾ കരുതുന്ന പോലെയല്ല മഹ്ശറ, നിസാരമല്ല. അവിടെ നമ്മൾ എന്തും കൊടുത്ത് രക്ഷപ്പെടാൻ നിൽക്കും, എന്തും കൊടുക്കും. സ്വന്തം മക്കളെ വേണമെങ്കിൽ കൊടുക്കാം, അള്ളാഹുവിനോട് പറയും. കാരണം മഹ്ശറ ഇങ്ങനെ നേരിട്ട് കാണുകയാണ്. കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കാൻ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന വേളയാണ്. എന്തും കൊടുക്കാൻ സന്നദ്ധനാകും. എന്തും തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതി, ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. അവൻ പറയുന്ന രംഗം അതാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരനും നിനക്ക് തുണ വരാത്ത സ്ഥലമാണ് മഹ്ശറ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരു ചങ്ക് ബ്രോയും അങ്ങോട്ട് വരൂല. ഇവിടെ ദുനിയാവിലുണ്ടാകും ഒരുപാട് കൂട്ടുകാർ. എന്തു വന്നാലും ഓടി വരുന്നവൻ, ഏത് പാതിരാത്രിയിൽ നീ ഫോൺ വിളിച്ചാലും ഓടി വരുന്നവൻ, നിന്റെ ഏറ്റവും വലിയ സുഹൃത്ത്, നിനക്ക് ഏറ്റവും വലിയ വഴികാട്ടി, നിന്റെ ഏറ്റവും വലിയ സഹായി, നിനക്ക് പൈസ തന്ന് സഹായിക്കുന്നവൻ, നിന്റെ ദീനിയായ എല്ലാ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവൻ, നിനക്ക് ഈ ദുനിയാവിൽ ഏതെല്ലാം കാര്യങ്ങൾ വേണോ അതൊക്കെ ചെയ്തു തരുന്ന നിന്റെ ചങ്ക് ബ്രോ, നിന്റെ കൂട്ടുകാർ, നിന്റെ കൂട്ടുകാരി, ഒരാളും നിനക്ക് തുണ വരൂല. മഹ്ശറ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാൾ മറ്റൊരാളുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാത്ത സ്ഥലമാണ് മഹ്ശറ. മഹ്ശറ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന്, മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സഹോദരനിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന് ഓടുന്ന സ്ഥലമാണ്. വല്ലാതെ ഭീതിതമാകുന്ന രംഗമാണ്. യുബസ്സറൂനഹും, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്നെ വഴിപിഴപ്പിച്ചതായ സർവ്വജനങ്ങളെയും അല്ലാഹു നാളെ മഹ്ശറയിൽ നിന്റെ കൺമുന്നിൽ കാണിച്ചു തരുകയാണ്. നിന്നെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചവനാണ്, നിന്നെ ഇതാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയവനാണ്, നിന്നെ ഇതാ ആദ്യമായി ഇന്ന സീരിയൽ കാണടി എന്ന് പറഞ്ഞ് നിന്നെ നിർബന്ധിച്ചവളാണ്, നിന്നെ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ബ്ലൂ ഫിലിമുകൾ കാണാൻ നിന്നെ നിർബന്ധിച്ചതാകുന്ന കൂട്ടുകാരനാണ്, രാത്രിയുടെ യാമങ്ങളിൽ മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണു നട്ടിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചവനാണ്, നിന്നെ എല്ലാ അശ്ലീലതയിലേക്കും കൊണ്ടുപോയവനാണ്, സിനിമാ തിയേറ്ററിലേക്ക് കൂട്ടിയവനാണ്, ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കാൻ കൊണ്ടുപോയവനാണ്. യുബസ്സറൂനഹും, ഈ ദുനിയാവിൽ നിന്നെ ഏതെല്ലാം നിലയിൽ വഴിപിഴപ്പിച്ചവരുണ്ടോ അവരെല്ലാം അല്ലാഹു നാളെ മഹ്ശറയിൽ നിന്റെ കൺമുന്നിൽ കാണിക്കുകയാണ്. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൺമുന്നിൽ കാണുമ്പോ വിറങ്ങലിച്ചുകൊണ്ട് മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ഈ ദുന്യാവിൽ കള്ളുകുടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, ഈ ദുന്യാവിൽ അല്ലാഹു നൽകിയ സമ്പാദ്യത്തെ ഹറാമായ മേഖലകളിൽ ചെലവഴിച്ചതാകുന്ന സഹോദരനാണ്, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണിനെ പായിച്ചവനാണ്, കാതുകൾ കൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയതാകുന്ന ചെറുപ്പക്കാരനാണ്, അന്യ പെണ്ണുമായി സംസാരിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, അന്യ പെണ്ണുമായി മോശപ്പെട്ട തലത്തിൽ
നരകത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയതാകുന്ന സഹോദരനാണ്. സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആറ്റിങ് നടത്തിയവളാണ്. സ്വന്തം ഭർത്താവില്ലാത്ത സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് കൊടുത്ത് അവരെ വീട്ടിനുള്ളിൽ കൊണ്ടുവന്ന് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവളാ. കൊണ്ട് നരകായ മനുഷ്യനതാ ദുനിയാവിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യൻ ആഖിറത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. അല്ലാഹുവേ പടച്ചറപ്പേ, എന്റെ മകനെ നിനക്ക് ഞാൻ നൽകാം അല്ലാ. ഈ നരകത്തിലേക്ക് വലിച്ചെറിയാൻ എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ ചോരയിൽ പിറന്നതാകുന്ന പൊന്നുമോനെ നരകത്തിലിടാൻ നൽകാം അല്ലാ. ഈ നരകത്തിലേക്ക് എന്നെ നീ എറിയരുത് റബ്ബേ. നരകത്തിന്റെ വിറകൊള്ളിയാക്കി എന്നെ നീ മാറ്റരുത് അല്ലാ. ഞാനിതാ പ്രായച്ചിത്തമായിട്ട് എനിക്ക് പകരമായി മകനെ നൽകാം അല്ലാ. തീർന്നില്ല. അവൻ വീണ്ടും വിളിച്ചു പറയുകയാണ്, വസാഹിബതിഹി വഅഖീ വസാഹിബതിഹി വഅഖീ. എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ഇന്നലെ വരെ തൊട്ടൊരുമി അടക്കം പറഞ്ഞുകൊണ്ട് മുത്തം കൊടുത്ത് എന്നോടൊപ്പം ചേർന്ന് കിടന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നിനക്ക് ഞാൻ നൽകാം അല്ലാ. ഈ നരകത്തിലേക്ക് വലിച്ചെറിയാൻ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട് അതികഠിനമാകുന്ന ചൂടിനാൽ നിലകൊള്ളുന്നതായ കറുകറുത്തതാകുന്ന ഈ നരകത്തിന്റെ ഉള്ളിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ ഇട്ടുകൊള്ളുക അല്ലാ. എന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കല്ല അല്ലാ. എന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ നിനക്ക് ഞാൻ നൽകാം അല്ലാ. എന്നെ ഈ നരകത്തിലേക്ക് കടത്തരുത് റബ്ബേ. അള്ളാന്റെ പള്ളിയും മറന്നുകൊണ്ട് നമസ്കരിക്കാതെ കറങ്ങി നടന്നതായ യുവാക്കളില്ലേ, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലുകൾ വന്നപ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ അടിച്ചു പൊളിച്ചുകൊണ്ട് നടന്നതാകുന്ന മനുഷ്യനാണ്. ഇന്നിതാ നരകത്തെ കൺമുന്നിൽ കാണുമ്പോ വിറങ്ങലിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ, എനിക്ക് തെറ്റുപറ്റിപ്പോയ അല്ലാ, നീ മാഫുവ ചെയ്യണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. എന്റെ മകനെ എനിക്ക് പകരമായി നരകത്തിലിടൂ, എന്റെ ഭാര്യയെ ഇടൂ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇടൂ. ലോകത്താരെ വേണമെങ്കിലും നീ പറഞ്ഞാൽ അവർക്ക് പണം കൊടുക്കാതെ അഹങ്കരിച്ചുകൊണ്ട് നടന്നതാകുന്ന അഹങ്കാരികളില്ലേ, സ്വന്തം മക്കളെ പോലെ കാണേണ്ടതാകുന്ന പാവപ്പെട്ട യതീമക്കൾ നിന്റെ വീട്ടുമുറ്റത്ത് വന്നുകൊണ്ട് ശ്രീധനം എന്ന മഹാവ്യത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്നതല്ലേ, പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചവരല്ലേ. വീട്ടിൽ ഓട്ടോമാറ്റിക് ഗേറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ഒരാൾ തന്റെ വീട്ടിനുള്ളിലേക്ക് കടന്നു വരരുത് എന്ന് പറഞ്ഞ് ഒരു യാചകരെ പോലും വീട്ടിനുള്ളിലേക്ക് കടത്താതെ അഹങ്കാരത്തിന്റെ കൊടുകുത്തി വാഴ്ത്തുന്നതായ ജീവിതം നയിച്ചവനല്ലയോ. വലിയതാകുന്ന കെട്ടിടങ്ങൾ പണിതുകൊണ്ട് കാസർഗോഡുള്ളതാകുന്ന ജനങ്ങളെ മുഴുവനും പേടിപ്പിക്കുന്ന തലത്തിൽ വലിയതാകുന്ന പണക്കാരായി ജീവിപ്പിച്ചവനല്ലേ. ഈ ദുനിയാവ് മുഴുവനും എന്റെ കൈവെള്ളയിലാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് നിലകൊണ്ടവനല്ലേ. പ്രവാസികളാകുന്ന സഹോദരങ്ങൾക്കിടയിൽ പോലും എനിക്ക് വലിയ മാർക്കറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നിലകൊണ്ടതായ മനുഷ്യനല്ലേ. അള്ളാന്റെ പള്ളിയെ വെറുത്ത, പരിശുദ്ധമായ ദീനുമായി ബന്ധമില്ലാത്ത, നമസ്കാരമില്ലാത്ത, തഖ്വയില്ലാത്ത നീ നാളെ മഹ്ശറിൽ വന്നുകൊണ്ട് പറയുന്നതായ രംഗമാണ്, അല്ലാഹുവേ എന്നെ നീ നരകത്തിലിടരുത് അല്ലാ. ഈ സമയത്ത് അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, കല്ലാ ഇന്നഹാ ലളാ. വേണ്ടടാ വേണ്ടടാ, 60-70 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലയോ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മാ തദക്കർ വജാഅകുമുൻ നദീർ.